റെസിപ്പി ടൈം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫിഷ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്, നമ്മൾ കാണാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ്. കാരണം ഒരുപാട് കുട്ടികൾക്കൊക്കെ ഫിഷ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇത് ഫിഷ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ബട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഷ് നമ്മൾ ഫിഷ് ആണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനിപ്പോൾ ഒരു അയല ഫിഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഫിഷ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ അയല മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 അയല മീൻ എടുത്തിട്ടുണ്ട്. ഇത് മുള്ള് കളഞ്ഞിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയതാണ്. കൈ കൊണ്ട് തന്നെ നമ്മൾ ചെറിയ പീസാക്കി എടുക്കുക. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ സമൂസക്കൊക്കെ ബീഫ് ചെയ്യില്ലേ, അതുപോലെ അതിൻ്റെ എല്ല് കളഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഒന്ന് ഞരടി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ടൊമാറ്റോൻ്റെ ഹാഫ്, ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒനിയനാണ്. ഞാൻ ഇതുപോലൊരു കപ്പ് ഫുൾ ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇതൊരു ടേബിൾ സ്പൂണൊക്കെ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊക്കെ വാടിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിടാം. ഇതിപ്പോൾ 1 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒനിയൻ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ മുളകും പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളകും പൊടിയാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് വാടണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഉള്ളി നന്നായിട്ട് വാടണം. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു മഞ്ഞൾപ്പൊടി. നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫിഷ് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചതാണ്. എന്നതിന് ശേഷമാണ് നമ്മൾ മുള്ള് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തത്. അപ്പോൾ ആദ്യം നല്ല നെരിഞ്ഞിട്ട് മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും മുളകൊക്കെ പാകാണോ എന്ന്. അപ്പോൾ മുളകും പൊടീൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുളകും പൊടി ആഡ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ ഫിഷ് നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇതിലിട്ടിട്ട് നല്ല മസാലയൊക്കെ ഇതിൽ പിടിക്കണം. അതുവരെ നമ്മളിതൊന്ന് ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല നെരിഞ്ഞാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അത് നല്ല മൊരിഞ്ഞ് കിട്ടണം.
അപ്പോൾ എരിവും ഉപ്പൊക്കെ പാകമാണ്. ഇത് ഈ ഫിഷ് നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടണം. ഇതിലേക്ക് ഇനി കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് ചപ്പ ആഡ് ചെയ്യാം. ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു കളറ് കിട്ടണം കേട്ടോ. അതിന് എരിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാകത്തിലാവണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ ഇത്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഫിഷാണെന്ന് നമുക്കിത് കഴിച്ചാൽ മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഡിഷ് നമ്മൾ സേവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ആരും ചെയ്ത് നോക്കാൻ മറക്കരുത്.